എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം UK ലൈസൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം ടഫാണ് ആ പ്രൊസീജിയറും കാര്യങ്ങളും. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. പക്ഷേ അയർലൻഡിൽ എങ്ങനെയാണ് ഈ ഫോർ എക്സാമ്പിൾ നമ്മൾ വണ്ടി മേടിക്കുന്ന കാര്യങ്ങളും പിന്നെ അതുപോലെ ലൈസൻസിൻ്റെ ഒരു പ്രൊസീജിയറും കാര്യങ്ങളും എന്താണ്, ജസ്റ്റ് ഒരു ചെറിയൊരു ഔട്ട്ലൈൻ. ഓക്കെ, അയർലൻഡിൽ ലൈസൻസ് എടുക്കുന്നത് UK പോലെ ടഫ് അല്ല, പക്ഷെ സമയമെടുക്കും, ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഒരിക്കലും UK പോലെ നമുക്കൊരു ഒരുപാട് കഷ്ടപ്പെട്ട് അതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഒരു ഇൻ്റർനാഷണൽ ലൈസൻസ് ആയിട്ടാണ് നമ്മളിവിടെ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിലെ അതിപ്പം IDP എടുക്കണം എന്ന് തന്നെ നിർബന്ധമില്ല. നമ്മുടെ നാട്ടിലെ ആ ബ്ലൂ വിനയൽ കാർഡില്ലേ, അത് കാണിച്ചാൽ മതി. അത് കാരണം അത് ട്രാൻസ്ലേറ്റഡ് ലൈസൻസ് ആണ്. അത് കാണിച്ചാൽ അവർക്ക് 1 വർഷത്തേക്ക് ഇവിടെ വണ്ടി ഓടിക്കാം, 1 കൊല്ലം ഡ്രൈവ് ചെയ്യാം. ആ 1 കൊല്ലം കൊണ്ട് അത് തന്നെ വണ്ടി എടുക്കാം. നമുക്കിവിടെ വണ്ടി എടുക്കണമെങ്കിൽ വണ്ടി എടുക്കാം. പിന്നെ നമ്മൾ ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഇവിടെ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് എന്തായാലും എടുത്തേ പറ്റുള്ളൂ. ഇന്ത്യൻ ലൈസൻസ് വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ലൈസൻസ് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് തുക ഭയങ്കര കൂടുതലായിരിക്കും. ഇവിടെ അതേപോലെയാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് എനിക്ക് തോന്നുന്നു ഇൻഷുറൻസ്, അതായത് ഏജ് ഫാക്ടറും കാര്യങ്ങളും വെച്ച് ഇൻഷുറൻസ് കൂടുതലാണ്. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രൊഫഷണൽ ലൈസൻസ് എടുക്കണം, പിന്നെ അത് കഴിഞ്ഞ് തിയറി, പിന്നെ അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ ലെസൺസ്, അങ്ങനെയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ്? അവിടെ അങ്ങനെയല്ല. അവിടെ നമ്മൾ ജസ്റ്റ് ഒരു തിയറി എക്സാം ഉണ്ട്, 40 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ 35 മിനിമം നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേണേഴ്സ് പെർമിറ്റ് കിട്ടും. ഓക്കെ, ലേണേഴ്സ് പെർമിറ്റ് കിട്ടി നമ്മൾ ഇന്ത്യയിൽ ലൈസൻസ് ഉള്ളവരാണെങ്കിൽ നമ്മൾ 6 ക്ലാസ്സസ് 6 ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. 6 ക്ലാസ്, ഒരു ക്ലാസ് 1 hour വെച്ചായിരിക്കും. അങ്ങനെ 6 ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഇന്ത്യൻ ലൈസൻസ് ഇല്ലാത്തവരാണെങ്കിൽ 12 ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ഈ 12 ക്ലാസ് 6 മാസത്തെ ഗ്യാപ്പിൽ വേണം അറ്റൻഡ് ചെയ്യാൻ. 6 ക്ലാസ് ആണെങ്കിൽ 3 മാസം, അങ്ങനെയാണ്. അപ്പോൾ 12 ക്ലാസ് ലൈസൻസ് ഇല്ലാത്തവർ, ഞാനിപ്പം എനിക്ക് ലൈസൻസ് ഇല്ലായിരുന്നു, ഇന്ത്യൻ ലൈസൻസ് ഇല്ലായിരുന്നു. 12 ക്ലാസ് 6 മാസം കൊണ്ട് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് ടെസ്റ്റിന് ഡേറ്റ് എടുക്കാം. ഇപ്പം ഡബ്ലിൻ, കോർക്ക് പോലുള്ള സിറ്റികളാണെങ്കിൽ ടെസ്റ്റിന് ഡേറ്റ് കിട്ടാൻ 3 മാസം 4 മാസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. എനിക്കൊരു 1.5 months അത്രേ ഉണ്ടായുള്ളൂ. 1.5 months കൊണ്ട് തന്നെ എനിക്ക് ഡേറ്റ് എടുത്തു, ഡേറ്റ് കിട്ടി. ടെസ്റ്റ് അത് പിന്നെ ഓരോരുത്തരുടെ സ്കില്ല് പോലെ. ഇപ്പം എനിക്ക് ഫസ്റ്റ് ട്രയൽ കിട്ടി, എന്തോ ദൈവാധീനം കൊണ്ട് എനിക്ക് ഫസ്റ്റ് ട്രയൽ കിട്ടി. ഫസ്റ്റ് ട്രയൽ ഇപ്പം ഒരുപാട് കാലമായിട്ട് വണ്ടി ഓടിക്കുന്നവർ ഫസ്റ്റ് ട്രയൽ കിട്ടാത്തവരും ഉണ്ട്. അത് പ്യുവർലി ഓൺ ലക്ക്, നമ്മുടെ അന്നേരത്തെ ഒരു സമയം പോലെ. അതായത് UK ഡ്രൈവിംഗ് ക്ലാസ് എന്ന് പറയുന്നതും തിയറി ആണെങ്കിൽ എനിക്ക് തിയറി 20 something എത്ര പൗണ്ട്സ് ഉണ്ട്. അതുപോലെ ഈ പ്രാക്ടിക്കൽ ക്ലാസ് ആണെങ്കിൽ 35 to 40 pounds നമ്മൾ അതിനും കൊടുക്കണം. പിന്നെ ടെസ്റ്റ് ആണെങ്കിൽ 150 something അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, എക്സാക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഈ അവിടുത്തെ ഒരു എക്സ്പെൻസ് എങ്ങനെയാണോ, അത്ര എക്സ്പെൻസീവ് ആണോ ഈ ക്ലാസ്സസ്? ഞാനിപ്പം എടുത്തിട്ട് ഇപ്പം 1 year ആയി. ഇപ്പം ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോഴത്തേക്കിനും ക്ലാസ് €40 ആയിരുന്നു, €45 ആയിരുന്നു. ഇപ്പം അത് 50 ആയി. ചിലപ്പോൾ അത് 55 ആവാം ഉടനെ, മേ ബി. അപ്പോൾ 50 ഒരു ക്ലാസ്സിന് കൊടുക്കണം. പിന്നെ നമ്മൾ ലേണേഴ്സ് ടെസ്റ്റ് എടുക്കുമ്പോൾ അതിനൊരു €65, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ €65 ചാർജ് ഉണ്ട്. പിന്നെ ടെസ്റ്റും ഡേറ്റ് എടുക്കുമ്പോൾ ഒരു €85 ഉണ്ട്. പിന്നെ നമ്മൾ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞ് ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു €80 അടുപ്പിച്ചൊരു ഫീസുണ്ട്. ഞാൻ വേറൊരു ഡൗട്ട് വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവിടുത്തെ അപേക്ഷിച്ച് അത്ര ഹാർഡല്ല, എന്നാൽ അതും അത്ര ഈസി അല്ല. പിന്നെ ഈ വണ്ടി മേടിക്കുമ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ എന്ന് വെച്ചാൽ യൂസ്ഡ് കാർ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് UK. പക്ഷെ അതിനകത്ത് തന്നെ അപ്പം അയർലൻഡിൽ എങ്ങനെയാണ് നമ്മൾ ഈ കാർ സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുമ്പം എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം? അതായത് ഇവിടെ എന്ന് വെച്ചാൽ നമ്മളെല്ലാം കോമൺ ആണ്, എന്നിരുന്നാൽ പോലും അവിടുത്തെ ഒരു യൂസ്ഡ് കാർ വാല്യൂവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വളരെ എക്സ്പെൻസീവ് ആണോ? അവിടെ യൂസ്ഡ് കാർ മേടിക്കുമ്പോൾ നമുക്ക് അത്രയും പരിചയമുള്ളവരാണെങ്കിൽ മാത്രമേ ഒരു ഇൻഡിവിജ്വലിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ഒരു ഡീലറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കുക. കാരണം മിക്ക ഡീലേഴ്സും 3 months 6 months 1 year വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വണ്ടിക്ക് ഇപ്പം ഞാൻ ആദ്യം ഒരു വണ്ടി എടുത്തത് ഒരു 6 months വാറണ്ടിയാണ് അവർ തന്നത്. പക്ഷേ 7th month വണ്ടി പെട്ടെന്ന് വണ്ടി എടുക്കുന്നില്ല, വണ്ടി ടോട്ടൽ ഡെഡായി. അങ്ങനെ വണ്ടി അവരുടെ അടുത്ത് എത്തിച്ചപ്പോൾ അവർ ഫുള്ളി റീപ്ലേസ് ചെയ്ത്, വാറണ്ടി പീരീഡിന് ഔട്ടാണെങ്കിൽ പോലും അവർ ഫുള്ളി റീപ്ലേസ് ചെയ്ത്, ബാറ്ററി റീപ്ലേസ് ചെയ്ത് തന്നു, അങ്ങനെ എന്തൊക്കെയോ കമ്പോണൻസ് റീപ്ലേസ് ചെയ്ത് വണ്ടി നന്നാക്കി തന്നു. ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നമുക്ക് തിയറിയൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇവൻ DVL അല്ലെങ്കിൽ 4-in-1 പോലെ ആപ്സ് ഉണ്ട്. അവിടെ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടോ? നമുക്ക് നേരത്തെ മോസ്റ്റ്ലി മാനുവൽ ആയിരുന്നു. നമ്മൾ ഡേറ്റ് എടുക്കുന്നു, അവിടെ സെൻറ്ററിൽ RSIയുടെ സെൻറ്ററിൽ പോയി ടെസ്റ്റ് എഴുതുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം ആപ്സും കാര്യങ്ങളും ഇപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഒരു 2 മാസമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആ വെബ്സൈറ്റ് അല്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ പഠിക്കാനായിട്ട് തിയറിയുടെ ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് അതാ പറഞ്ഞത്. ഇപ്പം നേരത്തെ ബുക്സ് ആയിരുന്നു നേരത്തെ, ഇപ്പൊ ആപ്പ് ഉണ്ട്. ഇപ്പൊ 2 മാസമായി അവർ ലോഞ്ച് ചെയ്തിട്ട് ആപ്സ് ഉണ്ട്.
ഓക്കെ, അപ്പോൾ ആപ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അല്ലാതെ കൊടുക്കാം. അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കമൻ്റായിട്ട് ഷെയർ ചെയ്യാം. അപ്പം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പം ജോബ് റിലേറ്റഡ് ആയിട്ടും ഫോർ എക്സാമ്പിൾ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് ആയിട്ടും കുറച്ച് കാര്യങ്ങൾ നമ്മളെ ഷെയർ ചെയ്തു. അതായത് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ പോലെ, നമുക്ക് കൂടുതൽ നമ്മളിത് ഡീപ്പായിട്ട് പോകുന്നില്ല, കാരണം പലരും ഓൾറെഡി അറിയാവുന്ന ആൾക്കാരുണ്ട്. ഇപ്പം പിന്നെ ഒരു കാര്യം, ഇപ്പം ഇതൊരു ഫോർമലായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണെന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മൾ അയർലൻഡിൽ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ, വണ്ടിക്കൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ, ഇപ്പം നമുക്ക് ലേണേഴ്സ് പെർമിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഫുൾ ഐറിഷ് ലൈസൻസ് ഉണ്ടെങ്കിൽ അവരെ ഒരു നെയിംഡ് ഡ്രൈവറായിട്ട് നമ്മൾ നമ്മുടെ ഇൻഷുറൻസിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് എമൗണ്ടിൽ ഒരുപാട് കുറവ് വരും. ഓക്കെ, അവർക്കത് യാതൊരു വിധത്തിൽ അഫക്റ്റ് ചെയ്യില്ല. നെയിംഡ് ഡ്രൈവർക്ക് അവർ നമ്മൾ അടുത്ത ആളായിരിക്കുമല്ലോ, പക്ഷേ നമ്മുടെ ഇൻഷുറൻസ് എമൗണ്ടിൽ ഒരുപാട് കുറവ് വരും അത്. ഓക്കെ, പല കാര്യങ്ങളും നമ്മൾ UK സെയിം റിലേറ്റഡ് ആയിട്ടാണ്. ഈവൻ ഇൻഷുറൻസിൻ്റെ കാര്യമാണെങ്കിൽ പോലും പലരും ഈ ഒരു അതത്ര എന്താ പറയുന്നത്, അത് ഒരു ഫോമൽ ഈ പറയുന്ന ലീഗലി അത് എത്രമാത്രം വാലിഡ് ആണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നിരുന്നാലും പലരും അത് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. പിന്നെ ഇപ്പം നമ്മൾ ഒരുവിധപ്പെട്ട ഫാക്ടേഴ്സ് എല്ലാം ഇതിനകത്ത് പറഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇത് ജസ്റ്റ് ഒരു വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. പിന്നെ ഞാൻ നോർത്തേൺ അയർലൻഡ് ആയതുകൊണ്ട് അയർലൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലോസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യത്തിലും ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ പോലും ഐറിഷ് കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ അയർലൻഡിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ ഇനി മുമ്പോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു, ആഷിഖിനൊരു വലിയ താങ്ക് യു. അപ്പം പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ അയർലൻഡിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ നോക്കും. കാരണം എല്ലാ രാജ്യത്തും പോകാൻ നോക്കുന്ന ആൾക്കാരുണ്ട്, ജോബ് നോക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ ഓൾറെഡി അയർലൻഡിലുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ തെറ്റുണ്ടെന്നെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും താങ്ക് യു.